Dear students, ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് സെഷൻ ആണ്. സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് സെഷൻ പറഞ്ഞു തന്നിരുന്നു. അതിനകത്ത് നമ്മൾ നോക്കിയ പ്രോഗ്രാമിംഗ് ഏതൊക്കെയായിരുന്നു? ഹാഫ് ആർഡറും പിന്നെ ഏതായിരുന്നു? ഹാഫ് സബ്ട്രാക്ടറും ആയിരുന്നു. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫുൾ ആഡർ ആണ്. അപ്പോൾ ഫുൾ ആഡറിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാലോ. ഫുൾ ആഡറിന് രണ്ട് ഔട്ട്പുട്ട് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? സമ്മിന്റെ ഔട്ട്പുട്ട്, സം ഔട്ട്പുട്ടും ക്യാരി ഔട്ട്പുട്ടും. ഓക്കെ, അപ്പൊ സം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി അതിന്റെ തിയറി പഠിച്ചതാണ്. സംശയമുള്ളവർ ആ തിയറി കൂടി എടുത്ത് വെച്ചിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പൊ ഫുൾ ആഡറിന്റെ സമ്മിന്റെ ഇക്വേഷൻ എന്താണ്? എ എക്സോർ ബി എക്സോർ സി ആണല്ലോ. അതേപോലെ ക്യാരിയുടെ ഇക്വേഷൻ എന്താണ്? എ ബി പ്ലസ് ബി സി പ്ലസ് സി എ സി അല്ലേ? എ ബി പ്ലസ് ബി സി പ്ലസ് എ സി, ഇതാണ് ക്യാരിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ രണ്ട് ടേംസ് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഏതൊക്കെ ഇൻപുട്ട് എന്ന് മനസ്സിലായല്ലോ. ഏതൊക്കെയാണ് ഇൻപുട്ട്? നമ്മുടെ ഫുൾ ആഡറിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് സ്ക്രീൻ ശ്രദ്ധിച്ചാൽ അറിയാം. സോ ഇതിനകത്ത് ഫുൾ ആഡറിന്റെ ഇൻപുട്ട് ഇതാണ്. ഫുൾ ആഡർ ഇത് ഹാഫ് ആഡർ ആണ്. 1 സെക്കൻഡ്, ഫുൾ ആഡർ എടുക്കട്ടെ. സോ ഇതാണ് ഫുൾ ആഡറിന്റെ സർക്യൂട്ട്. അപ്പൊ ഈ ഫുൾ ആഡറിന്റെ സർക്യൂട്ട് ആണ് ഞാൻ പറഞ്ഞത്. 3 ഇൻപുട്ട് ഉണ്ട്. എ ബി സി എന്ന് പറയുന്ന 3 ഇൻപുട്ട്. ഏതൊക്കെയാണ് ഔട്ട്പുട്ട്? സമ്മും ക്യാരി. അപ്പൊ നമുക്കറിയാം സമ്മിന്റെ ഇക്വേഷൻ എന്താണ്? എ എക്സോർ ബി എക്സോർ സി, that we already studied in the theory part. And the carry equation also we already studied. What is carry equations? Carry out equal to AB plus BC plus CA if A, B, C are the input ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും ഈ രണ്ട് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെ വരും എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെ കോഡ് എഴുതണം എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. നമുക്കറിയാം, ഇതിപ്പോ ഞാൻ കോഡ് ഓൾറെഡി ഫോം ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ നമുക്കറിയാം ഏതൊക്കെയാണ് ഇൻപുട്ട്? എ ബി സി അല്ലെ? അപ്പൊ ഇൻപുട്ട് ക്യാരിനെ ഞാൻ സി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ഔട്ട്പുട്ട് ക്യാരിനെയും സി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് സി, ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ എന്നുള്ളത് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിന് റിയലൈസ് ചെയ്യാൻ പറ്റാതെ വരുന്നത് കാരണം ഞാൻ ഇൻപുട്ട് ക്യാരിനെ സി ഇൻ എന്ന് ഡിനോട്ട് ചെയ്യും. സി എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് ക്യാരി. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേരിയബിൾ യൂസ് ചെയ്ത് വേണേലും ഡിനോട്ട് ചെയ്യാം. ഈ സി ഇൻ തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, അതേപോലെ ഞാൻ ഇവിടെ ഔട്ട്പുട്ട് ക്യാരിനെ ഞാൻ ജസ്റ്റ് ക്യാരി എന്ന് പറഞ്ഞ് കാണിച്ചേക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സി ഔട്ട് എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യാം. എങ്ങനെ വേണേലും കുഴപ്പമില്ല. നമ്മള് ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന ഔട്ട്പുട്ട്സ് തന്നെ വേണം ഇവിടെ ഡിഫൈൻ ചെയ്യാൻ. ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻപുട്സ് തന്നെ വേണം ഈ ഇതിന് അക്രോസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്ത് കാണിക്കും? എറർ കാണിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് പ്രോഗ്രാം ആഡ് ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞതാണ്. ഇവിടെ എന്ത് ചെയ്യാം? ന്യൂ സോഴ്സിൽ പോവുക. ന്യൂ സോഴ്സിൽ വെരിലോഗിൽ എടുക്കുക. എന്നിട്ട് ഇപ്പൊ ഫുൾ ആഡർ ആണെങ്കിൽ ഫുൾ ആഡറിന്റെ പേര് ടൈപ്പ് ചെയ്യുക. ഇപ്പൊ ഇതാ ഫുൾ ആഡർ എന്നും പറഞ്ഞിട്ട് ഫുൾ അണ്ടർ എന്തെങ്കിലും പേര്. ഞാനിപ്പോ 1-2 ഫുൾ ആഡർ പ്രോഗ്രാം അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു പേരിൽ ഞാൻ ടൈപ്പ് ചെയ്തു എന്ന് വെച്ചാൽ ഫുൾ അണ്ടർസ്കോർ AD1. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻപുട്സ് ഡിഫൈൻ ചെയ്യുക. എ ബി എന്താണ്? എ ബി സി ഇൻപുട്ട് ആണെങ്കിൽ സി ഇൻ കൊടുക്കുക. ഏതാണ്? ഇത്ര ഇൻപുട്ട് അല്ലേ? ഇനി എന്താണ്? സം എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്. അപ്പൊ നിങ്ങൾക്ക് എസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അത് ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുക. അതേപോലെ ക്യാരി എടുക്കുക. അവിടെയും എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുക ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ആൻഡ് ദെൻ ഫിനിഷ് ഇറ്റ്. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് വരുന്നത്? ഇതുപോലൊരു മൊഡ്യൂൾ അതിനകത്തേക്ക് ഡിഫൈൻ ആയി വരും. ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. സോ ഞാൻ ഓരോ പ്രാവശ്യം അതെടുത്ത് ചെയ്യുന്നില്ല. ഡയറക്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫുൾ ആഡറിന്റെ പ്രോഗ്രാം എടുക്കാം. ഇതാണ് നമ്മുടെ ഫുൾ ആഡറിന്റെ പ്രോഗ്രാം. അപ്പൊ ഈ ഫുൾ ആഡറിന്റെ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഇനി എന്ത് ഡിഫൈൻ ചെയ്യണം? ഈ പറയുന്ന അസൈൻ ചെയ്യണം. ഔട്ട്പുട്ട് എന്താന്നുള്ളത് അസൈൻ ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അസൈൻ സം ഈക്വൽ ടു എ എക്സോർ ബി എക്സോർ സി. അപ്പൊ നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മൊഡ്യൂളിൽ തിയറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പൊ നമ്മൾ എക്സോറിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഈ ക്യാപ് സിമ്പിൾ വെച്ചിട്ടാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സോറിനെ ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ്?
ഈ ക്യാപ് സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എക്സോറിനെയൊക്കെ ഡിഫൈൻ ചെയ്തിരുന്നത്. അതേപോലെ ക്യാരി ഈക്വൽ ടു എ ബി. എ ബി എന്ന് പറയുന്നത് എ ഡോട്ട് ബി ആണ്. സോ എ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആൻഡ് ഓപ്പറേഷൻ ആണ്. ഇപ്പൊ എ ബി പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഓർ ഓപ്പറേഷൻ ആണ്. ബി ഇൻ ബി ആൻഡ് സി. ഓക്കെ, പ്ലസ് പിന്നെന്താണ്? സി എ. അപ്പൊ സി ഇൻ ആൻഡ് എ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇൻപുട്ട് ക്യാരി സി എന്ന് ഡിഫൈൻ ചെയ്തത് കാരണം സി എന്ന് എടുത്തു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റേഷൻ ചൂസ് ചെയ്യാണ്. അപ്പൊ ഓർക്കുക, ഈ സോഴ്സസിൽ പോയി ഇംപ്ലിമെന്റേഷൻ തന്നെയാണോ ചൂസ് ചെയ്ത് കിടക്കുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫുൾ ആഡർ ചൂസ് ചെയ്യുക. നമ്മുടെ കോഡ് ഏതാണ്? ഫുൾ അണ്ടർസ്കോർ ആഡർ. ഓക്കെ, സോ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? സിൻടാക്സ് ചെക്ക് ചെയ്യുക. ഇപ്പൊ ഞാൻ ഓൾറെഡി ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കറക്ഷൻ ചെയ്യാം. അപ്പൊ അത് ഒന്നിന് നമുക്ക് ഈ പ്രോഗ്രാം സേവ് ചെയ്ത് സിൻടാക്സ് ഇവിടെ കിടക്കാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? സിൻടാക്സ് ഒന്നുകൂടി ഞാൻ ചെക്ക് ചെയ്യാണ്. അപ്പൊ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഈ സെഷനിൽ ലൈൻ നമ്പർ സഹിതം കാണിക്കും. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് എറർ ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് എന്ത് കാണിച്ചു? സിൻടാക്സ് ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഈ സോഴ്സസിൽ പോവുക, ബിഹേവിയറൽ സിമുലേഷൻ ചൂസ് ചെയ്യുക, അതിനകത്ത് മോഡൽ സിം എടുക്കുക, എന്നിട്ട് സിമുലേറ്റ് ബിഹേവിയറൽ മോഡൽ ചൂസ് ചെയ്യുക. ഓക്കെ, ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? എക്സിക്യൂട്ട് ആവും. എന്നിട്ട് ഒരു പുതിയൊരു വിൻഡോ വരും. ഏത് വിൻഡോ ആണ്? മോഡൽ സിമിന്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ നമുക്ക് അതിനകത്ത് വി ഫോമും കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻഷുർ ചെയ്യാം എന്ത്? ഈ കറസ്പോണ്ടിങ് പ്രോഗ്രാം നമ്മൾ ഇതിനകത്ത് സിമുലേറ്റ് ചെയ്തു. സൈലിങ്സ് അല്ലെങ്കിൽ മോഡൽ സിമിനകത്ത് നമ്മൾ സിമുലേറ്റ് ചെയ്ത് നോക്കി ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് കറക്റ്റ്ലി. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതിൻ്റെതായിട്ടൊരു ഡിലേ ഉണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഒരു പേജ് ഓൺ ആയി വരട്ടെ, എല്ലാം കംപ്ലീറ്റ് വിസിബിൾ ആയിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും ഓക്കെ, കുറച്ചുകൂടി വരാനുണ്ട്. നമുക്ക് ഇവിടെ വേവ് ഫോംസ് ഒന്നും വന്നിട്ടില്ല. വേവ് ഫോംസും കൂടെ വന്നെങ്കിൽ മാത്രമേ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ ബ്ലൂ കാണിക്കുന്നതൊക്കെ ഇൻപുട്ട്, റെഡ് കാണിക്കുന്നത് ഔട്ട്പുട്ട്. അപ്പൊ ഞാൻ എ ബി സി വാല്യൂ കൊടുക്കുകയാണ്. സപ്പോസ് എക്ക് ഞാൻ എന്ത് കൊടുത്തു? നമുക്കറിയാം 3 ഇൻപുട്ട് ആണ് ഫുൾ ആഡറിൽ ഉള്ളത്. അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ഇത് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇത്രയും കോമ്പിനേഷൻസ് 2⁻³ എന്ന് പറയുന്നത് എത്രയാണ്? 8 കോമ്പിനേഷൻസ് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ഓരോ കോമ്പിനേഷൻസും നിങ്ങൾക്ക് ഇരുന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് എല്ലാത്തിന്റെയും സമം ക്യാരി ഒക്കെ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഞാൻ അത്രയൊന്നും നോക്കുന്നില്ല. ഞാൻ റാൻഡം 2-3 കോമ്പിനേഷൻസ് 1-2 കോമ്പിനേഷൻസ് എടുത്ത് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ഈ കോമ്പിനേഷൻസ് റാൻഡം ഞാൻ എടുക്കുകയാണ്. അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എൻഷുർ ചെയ്യാം. സപ്പോസ് ഞാൻ ഫുൾ ആഡറിൽ ഞാൻ ഇവിടെ ഒരു 1 കൊടുത്തു എന്ന് വെച്ചോ. 1 കൊടുത്തു. എങ്ങനെയാണ്? ഡ്രൈവ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ എന്ത് കൊടുത്തു? ഫുൾ ആഡറിന്റെ എയിലാണ് 1 കൊടുത്തത്. ബിയിൽ ഞാൻ എന്ത് കൊടുത്തു? 0 കൊടുത്തു എന്ന് വെച്ചോ. ഓക്കെ, ഡ്രൈവ് ചെയ്ത് ഓക്കെ കൊടുത്തു. സീനില് ഞാൻ 1 തന്നെ കൊടുത്തു. എയില് 1, ബിയില് 0, സീനില് എന്താണ്? 1. ഇനി എന്ത് ചെയ്യണം? എനിക്കിത് റൺ ചെയ്യാം, റൺ ഓൾ ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? റൺ ചെയ്തു. അപ്പൊ ഇവിടെ എന്തോ ഒരു ചേഞ്ച് കാണിക്കുന്നുണ്ട്. അതാണ് ഈ ഗ്രീനിൽ കാണുന്നത്. ഒന്ന് വിസിബിൾ ആവാൻ വേണ്ടി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ ഞാൻ ഇൻപുട്ടിൽ എന്ത് കൊടുത്തു? എയില് 1, ഇവിടെ 0, ബിയില് 0, സീനില് 1. അപ്പൊ 101 കണ്ടീഷനിൽ എന്താണ് ക്യാരി? 1 + 0 = 1 വിത്ത് ക്യാരി 0. +1 എന്താണ്? സം 0 വിത്ത് ക്യാരി 1 ആണ് വന്നേക്കുന്നത്. ഫസ്റ്റ് ലൈൻ സമ്മിന്റെ ലൈൻ ആണ്. സം 0യും ക്യാരി 1ഉം ആണ് വന്നേക്കുന്നത്. ശരിയാണല്ലോ? ഇനി ഞാൻ ഇതിനകത്ത് ഒരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യാണ്. ഞാൻ എല്ലാ ഇൻപുട്ടും 1 കൊടുത്തു. ബാക്കിയൊക്കെ ഓൾറെഡി എയും സീനും ഒക്കെ 1 ആണ് ഓൾറെഡി. ഞാനിപ്പോ ബിയും കൂടെ എന്ത് കൊടുത്തു? 1 കൊടുത്തു. ഇനി ഞാനൊന്ന് റൺ ഓൾ കൊടുക്കാം. സോ എന്നിട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്ക് നോക്കാം. 1 1 1 അല്ലേ? 1 + 1 എന്താണ്? 0 വിത്ത് ക്യാരി 1. +1 എന്താണ്? 1 വിത്ത് ക്യാരി 1. അപ്പൊ നമുക്ക് സമ്മും 1 ആയി, ക്യാരിയും 1 ആയി. ശരിയാണല്ലോ? അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ട്രൂത്ത് ടേബിൾ എടുത്തു വെച്ച് ഒന്ന് വെരിഫൈ ചെയ്യുക. 1 1 1 എന്താണ്? സമ്മും 1, ക്യാരിയും 1. ഓക്കെ, അപ്പൊ നമുക്ക് ഫുൾ ആഡറിന്റെ സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്തു? സിമുലേറ്റ് ചെയ്തു. ഓക്കെ, വൺസ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോ ക്ലോസ് ആക്കണം. ക്ലോസ് ആയതിനു ശേഷം നമ്മൾ അഗെയിൻ നെക്സ്റ്റ് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ഒരു ഫുൾ ആഡർ സർക്യൂട്ടിനെ നമ്മൾ സിമുലേറ്റ് ചെയ്തത്. ഓക്കെ, ചെക്ക് ചെയ്ത്. സിമിലർലി നമുക്ക് ഫുൾ സബ്ട്രാക്ടറിന്റെ സർക്യൂട്ട് കൂടി എടുക്കാം.
അപ്പൊ ഇതാണ് ഫുൾ സബ്ട്രാക്ടറിന്റെ കറസ്പോണ്ടിങ് പ്രോഗ്രാം. ഓക്കെ, ശ്രദ്ധിച്ചോണം. നമ്മൾ ഫുൾ സബ്ട്രാക്ടറിന്റെ നമ്മൾ ഫുൾ ആഡർ കഴിഞ്ഞു. ഇനി ഫുൾ ആഡർ കഴിഞ്ഞിട്ട് നമ്മൾ ഏതിലേക്ക് പോയി? ഫുൾ സബ്ട്രാക്ടർ എടുത്തു. സോ ഈ ഫുൾ സബ്ട്രാക്ടറിനകത്ത് നമുക്കറിയാം ഏതൊക്കെയാണ് ഇൻപുട്ട്. എ ബി സി ആണ്. ഈ സി എന്ന് പറയുന്നത് എന്താണ്? ബോറോ ഇൻ ആണ്. ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസും ബോറോ. ഓക്കെ, ബോറോ ഔട്ട്. അപ്പൊ അത് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഡിഫൈൻ ചെയ്യുക. സോ നേരത്തെ കൂട്ട് തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ പ്രോജക്റ്റിൽ വരിക, ഇവിടെ എടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ സോഴ്സ് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഓരോ സാധനങ്ങളും ഡിഫൈൻ ചെയ്യുക. സോ ഇൻപുട്സ് ഏതാണ്? ഞാൻ ഇവിടെ എ ബി സി. നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഡിഫൈൻ ചെയ്യാം, അതിനനുസരിച്ച് ഇവിടെ വരണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതേപോലെ ഈ ഇൻപുട്സും കാര്യങ്ങളും നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഇൻപുട്സ് എ ബി സിനാണ്, ഡിഫറൻസ് ബോറോയും എന്താണ്? ഔട്ട്പുട്ട് ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ഒരു ഫിഗർ എടുക്കുവാണെങ്കിൽ ഇവിടെ ഇതിന് എക്രോസ് ആയിട്ട് ഒരു ഫുൾ സബ്ട്രാക്ടറിന്റെ കേസിൽ ഒരു നോട്ട് ഗേറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഇതിന് എക്രോസ് ഒരു നോട്ട് ഗേറ്റ് ഉണ്ട്. നോട്ട് ഗേറ്റിന്റെ ഇപ്പുറത്ത് എന്ത് വരും? ഞാൻ ഇവിടെ എ കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ വരുമ്പോ എന്തായി? എ ബാർ ആയി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന പോയിന്റ്സിൽ ഞാനൊരു വേരിയബിൾ എടുക്കണം. കാരണം ഈ എ ബാർ ആണ് ശരിക്കും ഇങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷെ ഈ ഫിഗറിൽ നമ്മൾ എ ബാർ എന്നൊന്നും കാണിക്കുന്നൊന്നുമില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഇവിടെ ഒരു ക്ലോസ് ഇട്ടിട്ട് എ ബാർ കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ എ ബാർ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്തുള്ളതാണ്. ഇതിനകത്തുള്ളതാണെങ്കിൽ പോലും ആ വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? വയർ എ ബാർ എന്ന് പറഞ്ഞിട്ട് അതിനെ ഡിഫൈൻ ചെയ്യും. ക്ലിയർ ആണോ? നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഒരു വയർ ആയിട്ട് ഡിഫൈൻ ചെയ്തു. ഓക്കെ, എന്നിട്ട് എ ബാർ എന്ന് പറയുന്നത് എന്താണ്? എനെ ഇൻവേർട്ട് ചെയ്യുക. സോ എ ബാർ ഈക്വൽ ടു ഇൻ നോട്ട് ഓഫ് എ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? എ ബാറിന് ഒരു വയറായിട്ട് അസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? എ ബാർ എന്ന് പറയുന്നത് നോട്ട് എ എന്ന് പറഞ്ഞ് അസൈൻ ചെയ്തു. ഓക്കെ, അതിനുശേഷം ഡിഫറൻസിന്റെ വാല്യൂ നമ്മൾ എവിടെ എഴുതുക? അസൈൻ ഡിഫറൻസ് ഈക്വൽ ടു എ എക്സോർ ബി എക്സോർ സി. ഇത് തന്നെയാണല്ലോ നമ്മൾ സമ്മിനകത്തും സമ്മിന്റെ ഔട്ട്പുട്ടും ഇത് തന്നെയാണ്. ഓക്കെ, ഇനി ബോറോയ്ക്കകത്താണ് ചേഞ്ച് വരുന്നത്. എന്താണ്? എ ബാർ ബി പ്ലസ് ബി സി പ്ലസ് സി എ ബാർ. സോ ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ബോറോ ഔട്ടിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഡിഫൈൻ ചെയ്യണം. അപ്പൊ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ എ ബാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ എ ബാറിന്റെ വാല്യൂ തൊട്ട് മുന്നേ തന്നെ ഈ ലൈനിന് തൊട്ട് മുന്നേ വരണം. ഓക്കെ, ഒരിക്കലും ഇത് എഴുതിയതിനു ശേഷം ഞാൻ എ ബാർ ഇവിടെ എന്താന്നുള്ളത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോഗ്രാം വൺസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഫുൾ സബ്ട്രാക്ടറിന്റെ പ്രോഗ്രാം ആണ്. എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ ഫുൾ സബ്ട്രാക്ടറിന്റെ പ്രോഗ്രാമിന്റെ ഇംപ്ലിമെന്റേഷൻ പോർഷൻ എടുക്കണം. ഓക്കെ, ഞാൻ ഇംപ്ലിമെന്റേഷൻ പോർഷൻ എടുത്ത് എന്നിട്ടൊന്ന് സേവ് ചെയ്യുക. ഇനി ചെക്ക് സിന്റാക്സ് കൊടുക്കാം. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വ്യൂ ചെയ്യാൻ പറ്റും. നോക്കാം നമുക്ക്. അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന പ്രോഗ്രാംസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ബിഹേവിയറൽ സിമുലേഷൻ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിന്റെ വേവ് ഫോംസ് വ്യൂ ചെയ്യാം. സോ നമ്മളേക്ക് ഈ വേവ് ഫോം വ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഇച്ചിരി സമയം എടുക്കും ഓൺ ആയി വരാനായിട്ട്. വേവ് ഫോംസ് വ്യൂ ചെയ്യുമ്പം ഇനി നമ്മൾ ആ ട്രൂത്ത് ടേബിളിനകത്തുള്ള വാല്യൂസ് നമ്മൾ വെരിഫൈ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഇതിനകത്ത് വാല്യൂസ് ചേഞ്ച് ചെയ്യുക. അപ്പൊ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഫോഴ്സ് എടുത്തു. ഫോഴ്സ് എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 1 കൊടുത്തു, റാൻഡം. ഓർത്തോണം, ഞാൻ എയിൽ കൊടുത്ത വാല്യൂ എന്താണ്? 1 ആണ്. ഇനി ബിയിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഫോഴ്സ് കൊടുത്തു, റൈറ്റ് ക്ലിക്ക് എടുത്തു, 0 കൊടുത്തു, ഡ്രൈവ് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇനി സീനിൽ ഞാൻ എന്ത് കൊടുക്കുവാണ്? 1 0 ആയേ. ഇനി സീനിൽ ഞാൻ 1 കൊടുക്കുകയാണ്, എഗെയിൻ ഡ്രൈവ് ചെയ്തു, ഓക്കെ കൊടുത്തു. ഓക്കെ, അപ്പൊ 101 ഓപ്ഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫുൾ സബ്ട്രാക്ടറിന്റെ കേസിൽ 101 കൊടുത്താൽ നമുക്ക് ഡിഫറൻസ് എന്തായിരിക്കണം? ബോറോ എന്തായിരിക്കണം? 00 ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഡിഫൈൻ ചെയ്ത് വെച്ചല്ലോ. ഇനി നമുക്ക് ഫുൾ സബ്ട്രാക്ടറിനെ ഒന്ന് നമ്മൾ ഇതിനകത്തല്ലല്ലോ, നമ്മൾ മോഡൽ സിമിലാണ്. അപ്പൊ ഇതൊന്ന് റൺ ചെയ്യാം. ഓക്കെ,
ഫുൾ സബ്ട്രാക്ടറിനെ ഞാൻ റൺ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ എന്തേ അപ്പൊ ഇവിടെ എന്തോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഇതാ എടുത്തു 1 2 3 കൂടെ എടുക്കാം 1 0 1 എനിക്ക് എന്ത് കിട്ടി ഡിഫറൻസ് എന്ന് പറയുന്നത് 0 കിട്ടി ഇത് ആദ്യത്തത് ഡിഫറൻസ് ആണ് രണ്ടാമത്തെ എന്താണ് ബോറോ ആണ് ഓക്കെ 0 കിട്ടി ഈ കാണുന്ന റെഡ് ലൈൻ എന്താണ് ലാസ്റ്റ് കാണുന്നത് എ ബാർ ആണ് അല്ലേ അപ്പൊ നമ്മൾ വയർ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തെങ്കിൽ അസൈൻ എ ബാർ ഈക്വൽ ടു വയർ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുത്തു അസൈൻ എ ബാർ ഈക്വൽ ടു നോട്ട് എ കൊടുത്തില്ലേ അപ്പൊ അത് നമുക്ക് ഔട്ട്പുട്ടിൽ വരും സോ എയിൽ എന്ത് കൊടുക്കുന്നോ അതെന്ത് വരും ജസ്റ്റ് ഇൻവേഴ്സ് ചെയ്ത് ഇവിടെ വരും ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഫുൾ സബ്ട്രാക്ടർ നമ്മൾ എന്ത് ചെയ്തത് നമ്മൾ അതിനെ സിമുലേറ്റ് ചെയ്ത് നോക്കിയത് അപ്പൊ നമ്മുടെ വേവ് ഫോം കറക്റ്റ് ആണ് ഇതേപോലെ ഇതിപ്പോ ഞാൻ ഒരു കണ്ടീഷനെ കൊടുത്തോളൂ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഇതേപോലെ നമുക്ക് എല്ലാ കണ്ടീഷൻസും ഇട്ട് കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും വെരിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത് ഞാൻ പറഞ്ഞു വൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യുക നെക്സ്റ്റ് ഞാൻ ഇതെടുത്തു ഇനി നമുക്ക് നമ്മുടെ നോട്ട് എടുക്കുവാണെങ്കിൽ നെക്സ്റ്റ് ഉള്ളത് നമുക്ക് ഫുൾ ആഡർ യൂസിങ് 2 ഹാഫ് ആഡർ അപ്പൊ നമുക്ക് ഫുൾ ആഡർ നമ്മൾ തിയറി പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു ഫുൾ ആഡറിനെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം അതേപോലെ ഫുൾ സബ്ട്രാക്ടർ ഉണ്ടെങ്കിൽ ഒന്നെന്ന് പറയുന്നത് രണ്ട് ഹാഫ് ആഡർ യൂസ് ചെയ്ത് ചെയ്യാം ഫുൾ സബ്ട്രാക്ടർ എങ്ങനെയാണ് രണ്ട് ഹാഫ് സബ്ട്രാക്ടർ യൂസ് ചെയ്ത് ചെയ്യാം സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം രണ്ട് ഹാഫ് ഓർഡർ യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ അതിന്റെ കോഡിങ്ങിനകത്തുള്ള ഡിഫറൻസ് ഞാൻ കോഡിങ്ങിനകത്ത് എങ്ങനെയാണ് ആ ഡിഫറൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോ ഞാൻ ഇവിടെ ഓൾറെഡി കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1 സെക്കൻഡ് ഫുൾ ആഡർ യൂസിങ് 2 ഹാഫ് ഓർഡറിന്റെ കറസ്പോണ്ടിങ് കോഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ആദ്യം മനസ്സിലാക്കുക ഓക്കെ അപ്പൊ നമുക്ക് നിങ്ങൾക്ക് അറിയാലോ ഇൻപുട്ട് ഒക്കെ വേരിയബിൾസ് ആഡ് ന്യൂ സോഴ്സ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഇൻപുട്സ് ഡിഫൈൻ ചെയ്യുന്ന അറിയാലോ സോ ഇത് അതേപോലെ ഡിഫൈൻ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇത്രയും സെഷനും കിട്ടും പിന്നെ എൻ മോഡ്യൂളും കിട്ടും ഇടയിലുള്ള ഈ സെഷൻസ് നമുക്ക് ഉണ്ടാവില്ല ഓക്കെ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫിഗർ എടുക്കുക ഫിഗർ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് രണ്ട് ഇതൊരു ഹാഫ് ഓർഡർ ആണ് ഇത് അടുത്ത ഹാഫ് ഓർഡർ ആണ് രണ്ടിന്റെയും ഇടയിൽ എന്തുണ്ടാവും ഒരു കണക്ഷൻ ഉണ്ടാവും അതിനെ ഞാൻ എന്ത് കൊടുത്തു ഒരു പി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ് ഡിഫൈൻ ചെയ്യാണ് ഓക്കെ ഞാൻ തൊട്ട് മുന്നേ ഞാൻ ഇതിന് അക്രോസ് ആയിട്ടുള്ള ഈ കണക്ഷനെ നമ്മൾ വയർ അല്ലെങ്കിൽ ഒരു പി എന്ന് പറയുന്ന ഒരു വയർ വെച്ച് നമ്മൾ അസ്യൂം ചെയ്യാന്ന് പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ഈ സാധനങ്ങൾ നമുക്ക് ഒമിറ്റ് ചെയ്യാം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം അതായിരിക്കും ഇതങ്ങ് ഒമിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ലൈനിനെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഒരു സെക്കൻഡ് ഓക്കെ ഈ രണ്ട് ലൈൻ വെച്ച് റീപ്ലേസ് ചെയ്തു നമ്മൾ എന്ത് ചെയ്തു അസൈൻ സം ഈക്വൽ ടു എ എക്സോർ ബി എക്സോർ സി ഓക്കെ ആൻഡ് അസൈൻ ക്യാരി ഈക്വൽ ടു എന്താണ് ഫുൾ സബ്ട്രാക്ടർ ആണല്ലോ യൂസിങ് ഹാഫ് ഓർഡർ ആണല്ലോ അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ് എ ആൻഡ് ബി പ്ലസ് ബി ആൻഡ് സി പ്ലസ് സി ആൻഡ് എ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അസൈൻ ചെയ്യാനും പറ്റും സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോഗ്രാം ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഈ സമം ക്യാരിയുടെ ഇക്വേഷൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് റിയലൈസ് ചെയ്യാൻ പറ്റില്ല ഇത് ശരിക്കും രണ്ട് ഹാഫ് ഓർഡർ വെച്ചിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് അതോ നമ്മൾ ഫുൾ ആഡർ നോർമൽ സർക്യൂട്ട് ഇല്ലേ സിംഗിൾ സർക്യൂട്ട് ഒറ്റ എക്സോർ ഗേറ്റ് വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത് രണ്ട് ഹാഫ് ഓർഡർ വെച്ച് ചെയ്യുന്ന എന്നുള്ളത് റിയലൈസ് ചെയ്യാൻ പറ്റില്ല സോ അത് കാരണമാണ് നമ്മൾ വയറിന്റെ കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തത് അപ്പോ ഇതാണ് നമ്മൾ ആദ്യം കാണിച്ച വയർ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഇന്റർ കണക്ഷൻസ് വെച്ചിട്ടുള്ള പ്രോഗ്രാം അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ആദ്യം എ ബി സി മൊഡ്യൂളിനകത്ത് നമ്മൾ ഈ ഇൻപുട്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു ഡിഫൈൻ ചെയ്ത് എന്നിട്ട് സപ്പോസ് ഈ പി എന്ന് പറയുന്നത് ഈ പോയിന്റിന് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു പി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുക ഓക്കെ പി എന്ന് പറയുന്നത് എന്താണ് ശരിക്കും എ എക്സോർ ബി ആണ് അപ്പൊ അതാ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നു പി ഈക്വൽ ടു അസൈൻ പി ഈക്വൽ ടു എ എക്സോർ ബി ആണല്ലോ അപ്പൊ നമ്മൾ ഇതാണ് പി ആയിട്ട് എടുത്തിരിക്കുന്നത് ഇനി വയർ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു ഇനി നമുക്കുള്ളത് ഹാഫ് ഓർഡറും ഈ
ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും തമ്മിൽ എന്തുണ്ട്, ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട് അല്ലേ. അതേപോലെ ഈ ഒരു പോർഷൻ തമ്മിൽ എന്തുണ്ട്, ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ വേറൊരു ക്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തു. ക്യൂ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ബസ് പോലെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തു. എവിടെ തൊട്ട് എവിടം വരെ, 0 to 2. അതിനകത്ത് ക്യൂ ഓഫ് 0യിൽ ഞാൻ എന്ത് കൊടുത്തു, ഹാഫ് ഓർഡറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാഫ് ഓർഡറിന്റെ കറസ്പോണ്ടിങ് എന്താണ് എടുത്തത്, നമ്മള് ഇതിന്റെ സം ആണ് ഈ പോയിന്റ്. ഇതെന്താണ്, ക്യാരി ഈക്വൽ ടു എ ബി ആണല്ലോ. സോ എ ബി എടുത്തു, ക്യാരി ഈക്വൽ ടു എ ബി എടുത്തു. അടുത്തതെന്ന് പറയുന്നത് നമ്മള് സിമിലർലി നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പോ നമ്മള് ക്യാരിഡ് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ എ ആൻഡ് ബി പ്ലസ് ബി ആൻഡ് സി പ്ലസ് സി ആൻഡ് എ, ഇതാണ് ക്യാരിഡ് ഇക്വേഷൻ. അപ്പൊ നമ്മള് ഫുൾ ആഡർ യൂസിങ് നമ്മള് ഒറ്റ എക്സോർ ഗേറ്റ് യൂസ് ചെയ്താലും ഇല്ലേലും നമ്മുടെ ക്യാരിഡ് ഇക്വേഷൻ രണ്ടിലും സെയിം ആണ്. അപ്പൊ നമുക്ക് ക്യാരിഡ് ഇക്വേഷൻ ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ എ ആൻഡ് ബിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു വയറായിട്ട് അസ്യൂം ചെയ്തിട്ട് ക്യൂ എന്ന് പറയുന്നത് ക്യൂ ഓഫ് 0 എ ആൻഡ് ബി ആണ്, ബി ആൻഡ് സി എന്ന് പറയുന്നത് ക്യൂ ഓഫ് 1 ആണ്, സി ആൻഡ് എ എന്ന് പറയുന്നത് എന്താണ്, ക്യൂ ഓഫ് 2 ആയിട്ട് അസ്യൂം ചെയ്തു. ഇല്ലെങ്കിൽ എന്നിട്ട് ക്യാരി ഈക്വൽ ടു ക്യൂ ഓഫ് 0 പ്ലസ് ക്യൂ ഓഫ് 1 പ്ലസ് ക്യൂ ഓഫ് 2 ആണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്യൂ എന്ന് പറയുന്നത് ഇഗ്നോർ ചെയ്യുക, എന്നിട്ട് എന്ത് മാത്രം എടുക്കുക, എ ആൻഡ് ബി ഓർ ബി ആൻഡ് സി ഓർ സി ആൻഡ് എ, അങ്ങനെ ഇവിടെ കൊടുത്തിരുന്നാൽ മതി. ഓക്കെ. പക്ഷെ സം എന്തായിട്ട് തന്നെ എടുക്കണം, സ്പ്ലിറ്റ് ചെയ്ത് തന്നെ എടുക്കണം. ഇനി സം എന്തുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, കാരണം ദേ ഹാഫ് ഓർഡർ നമുക്ക് രണ്ട് ഹാഫ് ഓർഡർ വെച്ചിട്ടല്ലേ, സോ സം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഓൾറെഡി നമ്മൾ ഇവിടെ ഈ പി ഈക്വൽ ടു എ ആൻഡ് ബി എ എക്സോർ ബി എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സം എന്താണ്, ഫൈനൽ സം പി എക്സോർ ഒരു ഇൻപുട്ട് ഏതാണ്, സി. അപ്പൊ നമ്മൾ അസൈൻ സം ഈക്വൽ ടു പി എക്സോർ സി. അപ്പൊ നമുക്ക് പ്രോഗ്രാം ഇതനുസരിച്ച് ചേഞ്ച് ചെയ്താൽ പോരെ. അപ്പോ വയർ പി, സോ ആ പ്രോഗ്രാം ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് കൂടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒമിറ്റ് ചെയ്യാം ആവശ്യമില്ലാത്ത പോർഷൻസ്. അപ്പോൾ നമുക്ക് എന്തായാലും വയർ പി വേണം, കാരണം ഹാഫ് ഓർഡേഴ്സിന്റെ ഇടയിലുള്ള പോർഷൻ ആണ് ഈ പി എന്ന് പറയുന്ന വേരിയബിൾ. അപ്പൊ പി എന്ന് പറയുന്നത് എന്താണ്, എ ക്യാപ് ബി ആണ്. ഓക്കെ, അല്ലെങ്കിൽ എ എക്സോർ ബി ആണ്. ഇനി സം എന്ന് പറയുന്നത് എന്താണ്, ഫൈനൽ സം എന്ന് പറയുന്നത് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ പി എക്സോർ ഒരു ഇൻപുട്ട് സി ആണ്, പി എക്സോർ സി. അപ്പൊ നമുക്ക് ഇത്രയും സാധനങ്ങൾ വേണം. ഇതിന്റെ ഇടയിലുള്ള ഈ പോർഷൻസ് ഞാൻ കളയുക തൽക്കാലം. നിങ്ങൾക്ക് അത് പാടാണ് എന്നുണ്ടെങ്കിൽ ദേ ഈ അസൈൻ ക്യൂവിന്റെ ടേംസ് ഒക്കെ ഞാൻ അങ്ങ് ഒമിറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, അങ്ങനെയാണെങ്കിൽ വയർ ഡെഫിനിഷനും വേണ്ട. ഓക്കെ, അത് ഒമിറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്യാരിയുടെ ഈ ഇക്വേഷൻ എനിക്ക് വേണ്ട, പകരം ഞാൻ ഇതിനെ ഈ രീതിയിൽ കാണിച്ചു. ഇപ്പൊ എനിക്ക് എന്തുണ്ട്, സമ്മിനെ മാത്രം രണ്ട് ഹാഫ് ഓർഡർ യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു. ക്യാരിനെ പഴയതുപോലെ തന്നെ ഇട്ടു. കാരണം നമ്മുടെ നിങ്ങൾ ആ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എടുത്ത് നോക്കിയേ, നമ്മൾ തിയറി പഠിച്ചപ്പോ അവിടെ ക്യാരിക്കകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിരുന്നോ, ഇല്ല. ഓക്കെ, സമ്മില് മാത്രമേ ചേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, കാരണം സമ്മിനകത്ത് നമ്മൾ സ്പ്ലിറ്റ് ആയി വരും. ക്യാരി ഇപ്പോഴും പഴയ ഇക്വേഷൻ തന്നെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഗ്രാം ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോ ഏതാ ചെയ്യുന്നത്, ഫുൾ ആഡർ യൂസിങ് 2 ഹാഫ് ആഡർ ആണ് അല്ലേ. ജസ്റ്റ് വെയിറ്റ് ചെയ്യേ, ഫുൾ ആഡർ യൂസിങ് 2 ഹാഫ് ആഡർ പ്രോഗ്രാം സേവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സിന്റാക്സ് ചെക്ക് ചെയ്യാം. എറർ ഉണ്ടെങ്കിൽ ദേ ഇവിടെ കാണിക്കും, നമുക്ക് നോക്കാം. എറർ ഒന്നും ഇല്ല, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എക്സിക്യൂട്ടിംഗ്. And then we have to go for behavioral simulation. Okay, അതിനകത്ത് നമ്മൾ simulate behavioral model ചൂസ് ചെയ്തു. ചൂസ് ചെയ്യുമ്പോൾ ആയി. So it's taking some time. നോണായി വരട്ടെ. അപ്പൊ നമുക്ക് ഈ വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വാല്യൂസ് മാറ്റി നോക്കാം. അപ്പൊ ഞാൻ റാൻഡം ഇവിടെ 1 ഇട്ടു. നമ്മളിനി ഓരോ പ്രാവശ്യം പറയണില്ല, നമ്മൾ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ
1 ഇട്ടു, again 1 ഇട്ടു. ഞാൻ ഇൻപുട്ട് ക്യാരിയിൽ 0 കൊടുക്കാണ്. എന്നിട്ട് റൺ ചെയ്തേ. അപ്പൊ ഒരു ചേഞ്ച് ഉണ്ട്, അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. 1 1 0. അപ്പൊ നമ്മുടെ സം എന്താണ്? 1 + 1 0 വിത്ത് ക്യാരി 1. അപ്പൊ സം 0 ആയി, ക്യാരി എന്തായി? 1 ആയി അല്ലേ? പി എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും വയറല്ലേ? എ XOR ബി ആണ് പി എന്ന് പറയുന്നത്. പി ഈക്വൽ ടു എ XOR ബി. സോ എ XOR ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 XOR 1 ആയ 0 അല്ലേ? സോ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് എന്ത്? നമ്മുടെ ഹാഫ് ഫുൾ ആഡർ യൂസിങ് എന്താണ്? നമുക്ക് 2 ഹാഫ് ആഡേഴ്സ് വെച്ചിട്ടുള്ള പ്രോഗ്രാം. സിമിലർലി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫുൾ സബ്ട്രാക്ടറിന്റെ പ്രോഗ്രാമും എക്സിക്യൂട്ട് ചെയ്യാം. ഫുൾ സബ്ട്രാക്ടർ യൂസിങ് 2 ഹാഫ് സബ്ട്രാക്ടർ ഇതേപോലെ എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോഗ്രാമും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഏതാണ്? ഫുൾ സബ്ട്രാക്ടർ യൂസിങ് 2 ഹാഫ് സബ്ട്രാക്ടർ. അപ്പൊ നമ്മള് ന്യൂ സോഴ്സ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ സോഴ്സ് എടുത്തു. അതിനകത്ത് വെരിലോഗ് മൊഡ്യൂള്. അപ്പൊ ഞാൻ ഫുൾ നെയിം ചോദിച്ചു, അപ്പൊ ഡിഫൈൻ ചെയ്യാണ്. ഫുൾ അണ്ടർസ്കോർ 2 ഹാഫ് സബ്ട്രാക്ടർ. ഓക്കെ, യൂസർ ഡിഫൈൻഡ് ആണത്. നെക്സ്റ്റ് കൊടുത്തു. ഏതൊക്കെയാണ് ഇൻപുട്ട്? എ ബി. ബി ഇൻ. ബി എന്ന് പറയുന്നത് എന്താണ്? ബോറോ ഇൻ. ഔട്ട്പുട്ട് ഏതൊക്കെയാണ്? ഡിഫറൻസ്, ബി ഔട്ട്. ഓക്കെ, സോ ഇത് രണ്ടും എന്താണ്? ഔട്ട്പുട്ട്. സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. ഓക്കെ, സോ കോഡ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫുൾ സബ്ട്രാക്ടറിന്റെ കോഡ് എഴുതാം. ഓക്കെ, അപ്പൊ നോക്കി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് എടുക്കുവാണെങ്കിൽ 2 ഹാഫ് സബ്ട്രാക്ടർ വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു ഫിഗറിനകത്ത് ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ, അത് മറക്കല്ലേ. ഈ ഫിഗറിനകത്ത് മിസ്സായി പോയതാണ്. അപ്പൊ ഇത് എ ബി സി എന്ന് കാണിച്ചു. അപ്പൊ നമ്മൾ ഇവിടെ സിക്ക് പകരം ബി എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വരച്ചിരിക്കുന്ന, ഞാൻ തിയറി പഠിപ്പിച്ചിട്ടുള്ള ആ ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഇതെന്ന് പറയുന്ന സമ്മും ഇതെന്താണ്? ക്യാരി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് സം ഹാഫ് സബ്ട്രാക്ടറിന്റെ സം എന്ന് പറയാൻ പറ്റില്ല, സബ്ട്രാക്ടർ അല്ല, ഇത് അതിന്റെ ഡിഫറൻസും ഇതെന്താണ്? അതിന്റെ ബോറോയും ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ മുകളിലാണ് എന്ത് വരുന്നത്? നമ്മൾ ബോറോയും ഡിഫറൻസ് മുകളിലും ബോറോ താഴെയായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ ഈ എടുത്തിരിക്കുന്ന ഫിഗറിനകത്ത് ഡിഫറൻസ് താഴെയും മുകളിലും ബോറോയും ആണ്. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ലൈൻ വെച്ച് ഈ 2 ഹാഫ് സബ്ട്രാക്ടർ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഇനി കോഡ് എഴുതുകയാണ്. കോഡ് എഴുതാൻ നേരത്ത് നോക്കിക്കോ. നമുക്ക് ഫസ്റ്റ് വൺ ഞാൻ ആദ്യം നേരത്തെ ഫുൾ ആഡറിൽ എഴുതി വേണം. ഇവിടെ ഒരു ലൈൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ലൈനിന്റെ പോയിന്റ് അല്ലെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് ആണ് ഈ ലൈൻ എന്ന് പറയുന്നത്. അത് ഡിഫറൻസ് ആണല്ലോ. ഏതിന്റെ ഡിഫറൻസ്? ഹാഫ് സബ്ട്രാക്ടറിന്റെ ഡിഫറൻസ് ആണ്. അതിനെ ഞാൻ പി എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, സോ വയർ പി. ഓക്കെ, നമ്മൾ മുന്നേ ചെയ്തതാണ് വയർ പി. വയർ പി ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് എന്താണ്? പി എന്ന് പറയുന്നത് എന്താണ്? അസൈൻ പി ഈക്വൽ ടു എന്താണ്? എ XOR B. Okay, assign P equal to ഒരു സെക്കൻഡ്, P equal to A XOR B. ശരിയല്ല, നമ്മുടെ ഇൻപുട്ട് എയും ബിയും ആണല്ലോ. ഇനി നെക്സ്റ്റ് ഈ ഫിഗറിൽ പോയേ. ഇനി നമുക്ക് എന്തുണ്ട്? നമുക്ക് കറസ്പോണ്ടിങ് ക്യാരി ബോറോ ഔട്ട് അസൈൻ പി. ബോറോ ഔട്ട് അല്ലല്ലോ. ഇനി നമുക്ക് എന്ത് വേണം? സം ഡിഫറൻസ് ഡിഫൈൻ ചെയ്യണ്ടേ? assign difference equal to ഇവിടെ ഡിഫെന്നേ കൊടുത്തിട്ടുള്ളൂ. ഡിഫ് ഈക്വൽ ടു എന്താണ്? ഒരു പി കയറി വരുന്നുണ്ട്, പി XOR C. ഓക്കെ, പി
XOR C ആയല്ലോ. ഇനി എന്താണ്? assign B out equal to B ഔട്ടിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ ഇവിടെ എഴുതി ബോറോ ഔട്ടിന്റെ സെയിം ഇക്വേഷൻ തന്നെ. അപ്പൊ ഞാൻ അത് ഇങ്ങനെ കോപ്പി ചെയ്തു. ഓക്കെ, സെയിം ഇക്വേഷൻ കോപ്പി ചെയ്തു. ഓക്കെ, അപ്പൊ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിനകത്ത് എന്തുണ്ട്? എ ബാർ ഉണ്ട്. അതേപോലെ എ ബാർ ബി, ബി സീനല്ല, ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? ബീനാണ്. ഓക്കെ, കോപ്പി ചെയ്യുമ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചോണം, ബീനാണ്. ഇനി ഞാൻ ഒന്നും കൂടെ ഡിഫൈൻ ചെയ്യണം. assign a bar equal to not, okay, not a. ഓക്കെ, ശരിയല്ലേ? നമുക്കൊന്ന് റൺ ചെയ്യാം. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഓക്കെ full subtractor using 2 halves. ഓക്കെ, അത് ഇംപ്ലിമെന്റേഷൻ എടുക്കുക, ചെക്ക് സിന്റാക്സ്. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ കാണിക്കുക. സേവ് ചെയ്തിട്ടില്ല, സേവ് ചെയ്യണം. ഓക്കെ, എനിക്കൊന്ന് പ്രോഗ്രാമിനകത്ത് എറർ ഇല്ല. ഇനി സിമുലേറ്റ് ചെയ്ത് നോക്കാം കിട്ടുന്നുണ്ടോ എന്ന്. അവിടെയും കിട്ടിയില്ലെങ്കിൽ ചിലപ്പം കോഡിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണാം. നമുക്ക് നോക്കാം. ഓണായി വരട്ടെ. അത് മോഡൽസും ഇതൊന്ന് ഓണായി വരാൻ ലേശം സമയം എടുക്കും. അപ്പൊ എല്ലാം ഒന്ന് ഓണായി സെറ്റായി വരട്ടെ. ഇൻപുട്ട് വന്നിട്ടില്ല, നോക്കാം. ഇൻപുട്ട് വരുമോ ഇല്ലയോ എന്ന് നോക്കാം. വന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ ഒന്നും കൂടെ ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഓൺ ആക്കുവാണേ. സോ നേരത്തെ ഞാൻ ഈ വിൻഡോ ഓപ്പൺ ചെയ്തപ്പോ എനിക്ക് ഇൻപുട്ട് വേരിയബിൾസ് വിസിബിൾ അല്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ 1-2 കറക്ഷൻസ് ഇവിടെ ചെയ്തു. അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. കറക്ഷൻസ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എ ബാർ കൊടുത്തെങ്കിലും എ ബാർ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തില്ല. അപ്പൊ ഞാൻ വയർ എ ബാർ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ അസൈൻ ചെയ്തു. അത് കൊടുക്കാൻ വിട്ടുപോയി. അതേപോലെ ഡിഫറൻസ് ഈക്വൽ ടു പി എക്സോർ സി എന്നാ കൊടുത്തത്. പക്ഷെ സി നമുക്കില്ലല്ലോ. സിക്ക് പകരം നമ്മൾ എന്താ കൊടുത്തിരുന്നത്? ബി എന്നായിരുന്നു. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഞാൻ നേരത്തെ പ്രോഗ്രാമിൽ തെറ്റിച്ചാ കൊടുത്തത്. പക്ഷെ നമുക്ക് സിന്റാക്സ് ചെക്ക് ചെയ്തപ്പോ എന്ത് വന്നു? കറക്റ്റ് എന്നൊക്കെ വന്നു. പക്ഷെ അത് കോഡ് ഒന്നും കൂടി എടുത്ത് നോക്കിയപ്പോഴാണ് അതിനകത്തുള്ള ഒരു മിസ്റ്റേക്ക് മനസ്സിലായത്. അപ്പൊ ചെയ്ത് വന്നപ്പോ സിന്റാക്സ് തെറ്റി, പിന്നെ അത് കറക്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ആ വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിനകത്ത് ഇനിഷ്യലി ഞാൻ എക്ക് 1 കൊടുത്തു, ബിക്ക് 1 കൊടുത്തു, സിക്കും ഞാൻ 1 കൊടുക്കാം. ഇനി ഒന്ന് റൺ ചെയ്യാം. എ ബി സി 1 കൊടുത്ത്, അപ്പൊ നമുക്ക് ഡിഫറൻസ് 1, ബി ഔട്ട് 1. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതൊന്ന് നോക്കിയേ. ട്രൂത്ത് ടേബിള് എ ബി സി 1 കൊടുത്തു, ഡിഫറൻസ് 1, ബോറോ ഔട്ട് 1. കറക്റ്റ് ആണല്ലോ. സോ ഈ രീതിയിൽ നമുക്ക് ഇപ്പൊ ആഡേഴ്സ് എല്ലാം ആയല്ലോ. എങ്ങനെയാണ് അതിന്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആയല്ലോ. ബാക്കി കുറച്ച് പ്രോഗ്രാംസ് ഞാൻ തരാം. അത് ഇതേ രീതിയിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.